എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. നമ്മുടെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൈലാസ് പറയുകയാണ്. കൈലാസിന് അതിൽ ജാതകമൊക്കെ നോക്കാൻ വേണ്ടി കൊടുത്തു വിട്ടിരിക്കുകയാണല്ലോ. അങ്ങനെ കൈലാസ് അത് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആകാശിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് നമ്മുടെ ഈഷിത മോളെയും കൂട്ടാൻ വേണ്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് രചന ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മോളെയും കൂട്ടി ഈഷിത വരുന്ന സമയത്ത് ചിപ്പി മോളി ചോദിക്കുന്നുണ്ട്, അമ്മയും അച്ഛനും തമ്മിൽ എന്താ പ്രശ്നം, എന്താ മമ്മി അവിടെ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം ഈഷിത കാര്യങ്ങളൊക്കെ പറയുന്നു. ഇങ്ങനെ വണ്ടി നന്നാക്കാൻ നേരത്ത് ആരൊരാൾ വന്നിട്ട് ബ്ലോഗ് എടുത്തു, അതിങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ടു. അങ്ങനെ മഹേഷിനെ പറ്റി മോശമായിട്ടാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നതൊക്കെ പറയുന്നു. അപ്പം ചിപ്പിമോള് പറയുന്നു, അത് ഞാൻ ഡാഡിയോട് പറഞ്ഞ് ശരിയാക്കാം, നിങ്ങൾ വഴക്ക് കൂടരുതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ അവർ പോവുകയാണ്. ഈ സമയത്ത് കൈലാസ് അപ്പം വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ ഇഷിതയും മഹേഷും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അടിയുപിടിയൊക്കെ ആവുന്നു. അപ്പോൾ കുഞ്ഞ് വന്നിത് കാണുകയാണ്. ചിപ്പിമോൾക്ക് ആകെ വിഷമമാവുന്നു. അപ്പോൾ രണ്ടുപേരും മാറിയിരിക്കുന്നു, ഒന്നും അറിയാത്ത പോലെ. പക്ഷേ ചിപ്പിമോൾക്ക് മനസ്സിലാവുന്നു അവർ തമ്മിൽ വഴക്കാണെന്ന്. ഇതേ സമയം കൈലാസ് അങ്ങോട്ടേക്ക് വരികയാണ്. കൈലാസ് വരുമ്പോൾ സ്വപ്നവല്ലിയും മഹേഷും ഇഷിതയും എല്ലാവരും രാമനും എല്ലാവരും പുറത്തേക്ക് വരുന്നു. അപ്പോൾ കൈലാസ് ചോദിക്കുന്നു, മഞ്ജിമ എന്തെന്ന് ചോദിക്കുന്നു. അപ്പം സ്വപ്നവല്ലി പറയുന്നു, അവൾക്ക് തലവേദനയാണ്, ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പം കൈലാസ് പറയുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതെല്ലാം ആദ്യം ശരിയാക്കണം എന്ന് പറയുന്നു. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നു, അതെ കുടുംബത്തിലെ പ്രശ്നം ആദ്യം ശരിയാക്കണം, എന്നിട്ട് വേണം നീ പുറത്ത് പോകാൻ എന്നൊക്കെ പറയുന്നു. അപ്പോൾ കൈലാസ് പറയുന്നു, അതിന് സമയമില്ല അമ്മേ, ഭക്തരുടെ ഒഴുക്കാണെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എല്ലാവരും രാമൻ ചോദിക്കുന്നു, നീ ജാതകം നോക്കിയെന്ന് ചോദിക്കുന്നു. ഞാൻ നോക്കി, അത് നടക്കില്ല, കല്യാണം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഭർത്താവ് മരിക്കുന്നു പറയുന്നു. അവൾക്ക് ഭർത്താവ് വാഴില്ല എന്ന രീതിയിൽ പറയുകയാണ്. ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ മോഹനവല്ലിയാണ്, സ്വപ്നവല്ലിയാണെ പറയും, ഈ കല്യാണം ഇനി നടക്കില്ല, ഇനി ആരെന്ത് ഇത് വെച്ചാലും നടക്കത്തില്ലെന്ന് പറയും. അപ്പം നമ്മുടെ ഇഷിത പറയും, ഇത് ഞങ്ങളോട് പകരം വീട്ടുന്നതാണ്, നമുക്ക് വേറെ ജോത്സ്യനെ കാണിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ സ്വപ്നവല്ലി പറയും, നീ കൂടുതലൊന്നും പറയണ്ട, ഇത് വേണ്ട, ഇത് നടക്കില്ല, സ്വപ്നവല്ലിയെ പറയുന്നതെന്ന് പറയുന്നു. അങ്ങനെ അപ്പം മഹേഷ് പറയുന്നു, കൈലാസ് നിൻ്റെ ഉടായ്പൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട, നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്തായാലും നമുക്ക് വേറെ ജോത്സ്യനെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൈലാസ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കൈലാസ് പറയുന്നു, നിങ്ങൾ വേറെ കാണിച്ചിട്ട് എന്നെ ശിക്ഷിക്കാൻ വന്നോളൂ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. രാമനാഥനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ സ്വപ്നവല്ലിയാണെങ്കിൽ അപ്പുറത്തെ മാഷിൻ്റെ അടുത്തോട്ട് ഓടുകയാണ്. അവിടെ ചെന്നിട്ട് ഭയങ്കരമായിട്ട് പ്രതികരിക്കുകയാണ്, ഈ കല്യാണം നടക്കത്തില്ല, കാരണം നമ്മുടെ ഇനി എൻ്റെ മകനെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, അവൻ്റെ കല്യാണം ഞാൻ വേറെ നടത്തും, അതുകൊണ്ട് ഈ കല്യാണ കാര്യം പറഞ്ഞ് ഇനി അങ്ങോട്ട് വരണ്ട എന്ന് പറയും. അപ്പം മാഷുവിനെ നമുക്ക് വേറെ ഒരാളെ കൂടെ കാണിക്കാം എന്ന് പറയാം. അത് വേണ്ട, കൈലാസ് പറഞ്ഞത്, കൈലാസ് നല്ല സിദ്ധനാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ സ്വപ്നവല്ലി പറയുകയാണ്. അങ്ങനെ സുചിത്രയോടും പറയുന്നു. അപ്പോൾ സുചിത്രയ്ക്ക് മനസ്സിലാകുന്ന ഈ കല്യാണം നടക്കത്തില്ല, അതിനു വേണ്ടിയുള്ള പരിപാടി. അങ്ങനെ സുചിത്ര വിഷമത്തോടെ റൂമിലേക്ക് പോകുന്നു. അങ്ങനെ കൂടെ പ്രിയാമണിയും ചെല്ലുകയാണ്. പ്രിയാമണി എന്നിട്ട് ആശ്വസിപ്പിക്കുന്നു, മോളെ വിഷമിക്കൽ, നമുക്ക് വേറൊരു ജോത്സ്യനെയും കൂടെ കാണിക്കാം. അപ്പോൾ സുചിത്ര, ഇല്ല അമ്മേ, ഇത് നടക്കത്തില്ല, ഇനി എനിക്ക് വയ്യ, ഞാൻ നേരത്തെ തന്നെ മനസ്സുകൊണ്ട് ഇത് ചെയ്യണമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ പ്രിയാമണി പറയും, അത് വിനോദ് ഇതൊന്നും സമ്മതിക്കത്തില്ലല്ലോ, മഹേഷ് പറയുന്നതിൽ വിനോദ് സമ്മതിക്കത്തില്ലുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നത്, അല്ല, അവർക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല, ആ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെ സുചിത്ര വിഷമത്തോടെ കരയുന്ന സീനാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ മഹേഷും ഇഷിതയും തമ്മിൽ എപ്പോഴും പ്രശ്നമാണല്ലോ. അപ്പോൾ രാമനാഥിൻ്റെ അടുത്ത് ചിപ്പിമോൾ ഇങ്ങനെ പറയുന്നു, അമ്മയും അച്ഛനും തമ്മിൽ എപ്പോഴും വഴക്കാണ്, ഇനി അമ്മയ്ക്ക് ലാസ്റ്റ് ഇവിടുന്ന് പോകേണ്ടി വരും, അപ്പോൾ ഇനി അമ്മ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. കുഞ്ഞിനത് വളരെ വിഷമമായി തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇഷിതയും മഹേഷും പിന്നെ സംസാരിക്കുന്നു, മഹേഷല്ലേ ഇത് തുടങ്ങി വെച്ചേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.